ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അയർലൻഡിലേക്ക് ഒരു നേഴ്സായിട്ട് മൂവ് ചെയ്യുമ്പം എന്തൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചായിരുന്നു നമ്മൾ വീഡിയോ ചെയ്തത്. അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മൾ വൺസ് അയർലൻഡിൽ ഒരു നേഴ്സായിട്ടോ ഒരു സ്റ്റുഡൻറ്റോ ഇതർ സ്പൗസ് വിസയിലോ നമ്മൾ അയർലൻഡിൽ എത്തിക്കഴിഞ്ഞിട്ട് നമ്മൾ എന്തൊക്കെയാണ് നമ്മൾ ഫർദറായിട്ട് ചെയ്യേണ്ടത് കാര്യങ്ങൾ, അതിനെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ഈ വീഡിയോയും ബാക്കിയുള്ള വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് തോന്നുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും കമൻസ് കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് ഒട്ടും വൈകാതെ തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം നേഴ്സായിട്ട് നമ്മൾ അയർലൻഡിൽ എത്തിക്കഴിയുമ്പോൾ നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഫിനിഷ് ദി രജിസ്ട്രേഷൻ. അതായത് നിങ്ങളുടെ അല്ലെങ്കിൽ കംപ്ലീറ്റ് ദ രജിസ്ട്രേഷൻ പ്രോസസ്സ്. അതായത് നിങ്ങളിപ്പം ഏതൊരു അഡാപ്റ്റേഷൻ അല്ലെങ്കിൽ ആപ്റ്റിറ്റ്യൂഡ് ചെയ്യാനായിട്ടാണ് നമ്മുടെ DL ഒക്കെ കിട്ടിക്കഴിഞ്ഞ് നമ്മൾ അയർലൻഡിലേക്ക് എത്തിയെങ്കിൽ ഏതാണോ നിങ്ങളുടെ അത് നമ്മൾ ചെയ്ത് കംപ്ലീറ്റ് ആക്കി നഴ്സിംഗ് NMBA രജിസ്ട്രേഷൻ ഫിനിഷ് ചെയ്തിട്ട് നമ്മുടെ പിൻ നമ്പർ നമ്മൾക്ക് കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് നേഴ്സായിട്ട് അയർലൻഡിൽ എത്തുന്ന ആളുടെ ഫസ്റ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ് എന്ന് പറയുന്നത്. കാരണം NMBA പിൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അയർലൻഡിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സെയിം ലൈക്ക് നമ്മൾ കേരളത്തിലൊക്കെ കേരള രജിസ്ട്രേഷൻ നമ്പർ നമുക്ക് കിട്ടുന്ന പോലെ അതുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ NMBA പിൻ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ അയർലൻഡിൽ നേഴ്സായിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് NMBA പിന്നൊക്കെ കിട്ടി. ഇനി അപ്പം നമുക്ക് നമ്മുടെ ഏജൻസി അല്ലെങ്കിൽ നമ്മുടെ വന്ന ഏജൻറ്റ് മുഖേന നമുക്ക് ടെമ്പററി അക്കോമഡേഷൻ അറേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ അക്കോമഡേഷനിലേക്ക് നമുക്ക് പോകാം. ഇൻ കേസ് നിങ്ങൾക്ക് അക്കോമഡേഷനും കാര്യങ്ങളൊന്നും അറേഞ്ച് ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് എങ്ങനെയാണ് അക്കോമഡേഷൻ കാര്യങ്ങൾ കണ്ടുപിടിക്കേണ്ടത് അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് ടെൻഷനാണെങ്കിൽ നിങ്ങൾ ഒട്ടും പേടിക്കേണ്ട. കാരണം നമുക്ക് ഇവിടെ നിങ്ങളുടെ ഏതാണോ നിങ്ങൾക്ക് പറഞ്ഞിരിക്കുന്ന സ്ഥലം, അതായത് സിറ്റി, നിങ്ങൾക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പം ലിമറിക്, ഗോൾവേ അല്ലെങ്കിൽ ഡബ്ലിൻ സിറ്റിയാണ്. അപ്പോൾ അങ്ങനെ എല്ലായിടത്തും നമുക്ക് മലയാളികളുടെ സാന്നിധ്യമുണ്ട്. അപ്പം നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴി അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഗ്രൂപ്പുകൾ വഴി നമുക്ക് റെൻറ്റ്, ഷെയർഡ് അക്കോമഡേഷൻ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് എൻക്വയറി ചെയ്യാം. ഇൻ കേസ് ഇപ്പം നിങ്ങൾക്ക് അങ്ങനെ കണക്ഷൻസും കാര്യങ്ങളൊന്നും ഇല്ല, ആരെയും ഇവിടെ അറിയത്തില്ല, ആദ്യമായിട്ടാണ് നിങ്ങൾ അയർലൻഡ് വരുന്നത്, വേറെ നിങ്ങൾക്ക് ഇവിടെ ഫ്രണ്ട്സ് കാര്യങ്ങളൊന്നുമില്ല എങ്കിൽ പോലും നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. നമുക്കിവിടെ അയർലൻഡിൽ നമുക്ക് ഹൗസ് റെൻറ്റിന് വേണ്ടി draft.i, rent.i ഇങ്ങനെയുള്ള കുറച്ച് സൈറ്റുകൾ, അതും വളരെ ട്രസ്റ്റഡ് ആയിട്ടുള്ള സൈറ്റ്സ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഈ 2 സൈറ്റിൽ വിസിറ്റ് ചെയ്താൽ മതി. അതിനകത്ത് നമുക്ക് സ്റ്റുഡിയോ അപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്, പിന്നെ എന്താണ് നമ്മുടെ ഷെയർഡ് അക്കോമഡേഷൻ കാര്യങ്ങൾ, അതൊക്കെ നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്. സ്റ്റുഡൻറ്റ് അക്കോമഡേഷൻ, അപ്പോൾ അങ്ങനെ സെപ്പറേറ്റ് നമുക്ക് ഇതിൽ ഫിൽട്ടർ ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇത് വളരെ ട്രസ്റ്റഡ് ആയിട്ടുള്ള സൈറ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് വീട് തപ്പി, അതുകൊണ്ട് ഇതിനകത്ത് കുറച്ച് നമ്മൾ ആപ്ലിക്കേഷൻ അയക്കണം. ആപ്ലിക്കേഷൻ അയച്ച് അവർ നമ്മളെ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മളെ വ്യൂവിങ്ങിന് വിളിക്കും. അങ്ങനെ നമുക്ക് അക്കോമഡേഷനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം. ഞാൻ പിന്നെ ഓൾറെഡി പറഞ്ഞു, നമുക്ക് വാട്സപ്പ്, ഫേസ്ബുക്ക് ഗ്രൂപ്പിലേക്ക് നമുക്ക് മെസ്സേജ് അയച്ച് നമുക്ക് എൻക്വയറി ചെയ്യാം. പക്ഷേ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഒരിക്കലും ഒരു സ്പാം ആയിട്ടോ ഇതിൽ പോയി പെടാതിരിക്കുക. കാരണം ഒത്തിരി സ്കാം ഏജൻസ് കാര്യങ്ങൾ, സ്പാം മെസ്സേജസ് ഒക്കെ നമ്മുടെ ഇൻബോക്സിൽ നമ്മൾ ഈ നമ്മളൊരു അക്കോമഡേഷൻ കാര്യങ്ങളെ കുറിച്ച് എൻക്വയറി ചെയ്യുമ്പോൾ നമുക്ക് വരും. അതായത് ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ചില ഏജൻസ് അല്ലെങ്കിൽ ചില ആൾക്കാർ നമുക്ക് വന്ന് മെസ്സേജ് അയക്കും, ഇന്ന സ്ഥലത്ത് ഇന്ന റൂം അവൈലബിൾ ആണ്, ഇത് ഇത്രയാണ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോഴത്തേനും ഇത്ര ബെഡ്റൂം ഉണ്ടല്ലോ, നമുക്ക് വളരെ അഫോർഡബിൾ റേറ്റിലുണ്ടല്ലോ, അവർ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമുക്ക് അയച്ചു തരും. കാരണം എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായതാണ്. ഞാനിങ്ങനെ റെൻറ്റിന് വേണ്ടി ഞാനിങ്ങനെ വീട് നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന് ഞാനിങ്ങനെ ഫേസ്ബുക്കിലും വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഇങ്ങനെ എൻക്വയറി ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ ഇങ്ങനെ ഫേസ്ബുക്കിൽ ഞാനിങ്ങനെ എൻക്വയറി ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ എനിക്ക് ഒരു ദിവസം ഇങ്ങനെ ഒരു മെസ്സേജ് വരികയാണ്, ഇങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ അയച്ചു തരുന്നു, ഇതാണ് വീട്, ഇത്ര റൂംസ് ആണ്, ഇന്ന സ്ഥലത്താണ്. അപ്പം ഞാൻ നോക്കുമ്പോൾ ഓക്കെ, എനിക്ക് വളരെ അക്സസിബിൾ ആണ്, നമുക്ക് നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. പക്ഷേ അതുപോലെ തന്നെ നമുക്ക് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ നമുക്ക് വീടും അവൈലബിൾ ആണ്. അപ്പം നമ്മൾ അയർലൻഡിൽ ഇപ്പം ആദ്യമായിട്ട് എത്തുന്ന ഒരു
ആളെന്നുള്ള രീതിയിൽ നമ്മൾ ഓർക്കും ഓക്കെ ഇത് വളരെ നല്ലതാണല്ലോ, ലാഭമാണല്ലോ. ഓക്കെ, അപ്പോൾ നമ്മൾ വീടൊക്കെ എന്നാണ് കാണാൻ വരുന്നതെന്ന് നമ്മൾ ചോദിക്കുന്നു. അപ്പോൾ അവർ പറയുന്നു ഓക്കെ കാണാൻ ഇപ്പോൾ ഒരു സ്ഥലത്തില്ല, അതുകൊണ്ട് പൈസ തന്നാൽ അവർ ബുക്ക് ചെയ്യാം, അല്ലെങ്കിൽ വേറെ ആൾക്കാർക്ക് കൊടുക്കും. അപ്പോൾ അയർലൻഡിൽ ആദ്യമായിട്ട് വരുന്ന ഒരു മലയാളി എന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു ഇന്റർനാഷണൽ സ്റ്റുഡൻറ് ഓർ എന്ന രീതി വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഓർക്കും ഓക്കെ വളരെ നാൾ നോക്കിയിരുന്നിട്ടാണ് ഒരാൾ ഒരു റെസ്പോണ്ട് ചെയ്തത്. അപ്പോൾ ഈ വീട് വേണ്ടെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ വീട് കിട്ടുമോ ഇല്ലയോ എന്നുള്ള രീതിയിൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് അവർക്ക് പൈസ നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും. പക്ഷെ നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. അപ്പം എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, നിങ്ങൾ വീട് ഇങ്ങനെ ഫേസ്ബുക്ക് ഗ്രൂപ്പ്സിലൂടെയും കാര്യങ്ങളിലൂടെയൊക്കെ നമ്മൾ വീട് നോക്കുമ്പോഴെന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ വീട് പോയി കാണുക. ഈ ഫോട്ടോസ് മാത്രം കണ്ടിട്ട് പൈസ ഒരിക്കലും ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കരുത്. നമ്മൾ വീട് പോയി കണ്ട് എല്ലാം ഓക്കെ ആയി അവരുമായിട്ട് ലാൻഡ് ലോഡുമായിട്ട് നമ്മൾ നേരിട്ട് കണ്ട് കാര്യങ്ങൾ തീരുമാനിച്ച ശേഷം മാത്രം നമ്മൾ ഡിസിഷൻ എടുക്കുക. കാരണം ഒത്തിരിയേറെ ആൾക്കാരിങ്ങനെ ചതിയപ്പെട്ടു പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അക്കോമഡേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റായി. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്ലൈ ഫോർ IRP കാർഡ്. IRP കാർഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ അയർലൻഡിലേക്ക് നമ്മൾ വരുന്നതെന്ന് നാട്ടിൽ നിന്ന് വരുന്ന ഒരു 3 months മാത്രമുള്ള ഒരു ഷോർട്ട് ടൈം വിസ ആയിട്ടാണ്. അപ്പോൾ അതൊരു ലോങ് ടൈം വിസയിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്താൽ മാത്രമേ നമുക്കിവിടെ ജോലിപരമായി അല്ലെങ്കിൽ വർക്ക് ചെയ്യാനും ഇവിടെ ലോങ് ടൈമിലേക്ക് ഇവിടെ ജീവിക്കാനുമുള്ള അനുമതി നമുക്ക് ഇവിടുത്തെ ഗവൺമെൻറ് തരുള്ളൂ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ലോങ് ടൈം വിസയിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് ആയിട്ടാണ് നമ്മൾ IRP കാർഡിന് വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. IRP എന്ന് പറഞ്ഞാൽ ഐറിഷ് റെസിഡൻസ് പെർമിറ്റ് കാർഡ്, അല്ലെങ്കിൽ GNIB കാർഡ് എന്ന് നമ്മൾ പറയും. ഓക്കെ, GNIB കാർഡിന് വേണ്ടി നമ്മൾ നെക്സ്റ്റ് അപ്ലൈ ചെയ്യുക. അപ്പം GNIB കാർഡിന് വേണ്ടി അല്ലെങ്കിൽ IRP കാർഡിന് വേണ്ടി അപ്ലൈ ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ സിറ്റിസൺ ഇൻഫർമേഷൻ എന്നുള്ള സൈറ്റിൽ നമ്മൾ നോക്കിയാൽ മതി. അത് ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ടാഗ് ചെയ്തിടുന്നതായിരിക്കും. നിങ്ങൾ ആ സൈറ്റ് വിസിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ IRP കാർഡ് കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഗെറ്റ് എ PPS നമ്പർ. അതായത് PPS എന്ന് പറഞ്ഞാൽ പേഴ്സണൽ പബ്ലിക് സർവീസ് നമ്പർ. ഇതെന്ന് പറഞ്ഞാൽ നമുക്കിവിടെ അയർലൻഡിൽ ജോലി ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ബാക്കി എന്തൊക്കെ ഹെൽത്ത് ആൻഡ് ബെനിഫിറ്റ്സ് അയർലൻഡിലെ എന്തെങ്കിലും ഒരു ബെനിഫിറ്റ്സ് കാര്യങ്ങൾ നമുക്ക് സർവീസസ് നമ്മൾ ചൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് PPS നമ്പർ കൂടിയേ തരും. അപ്പോൾ PPS നമ്പറിന് നമുക്ക് ഞാൻ മുമ്പേ പറഞ്ഞ സിറ്റിസൺ ഇൻഫർമേഷൻ സൈറ്റിൽ അതെങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് ഐഡിയ കിട്ടും. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും കയറി നോക്കുക. അപ്പം നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ ഇൻഫർമേഷൻ കിട്ടും. ഓക്കെ, അതായത് PPS നമ്പർ നമ്മൾ ഇപ്പം ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു GPയുടെ അടുത്ത് പോകണമെങ്കിൽ നമുക്ക് PPS നമ്പർ വേണം. നമുക്കിവിടെ വർക്ക് ചെയ്യണമെങ്കിൽ വേണം. ഒന്നും വേണം, നമ്മളിവിടെ അയർലൻഡിൽ നമ്മൾ ഡ്രൈവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു ലേണേഴ്സിന് അപ്ലൈ ചെയ്യണമെങ്കിൽ പോലും നമുക്ക് PPS നമ്പർ നമുക്ക് കൂടിയേ തീരും. ഓക്കെ, അപ്പോൾ PPS നമ്പർ അങ്ങനെ നമുക്കിവിടെ നമ്മുടെ നാട്ടിലെ ആധാർ കാർഡൊക്കെ പോലെ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് PPS നമ്പർ. ഓക്കെ, അപ്പോൾ PPS നമ്പർ കാര്യങ്ങളൊക്കെ നമുക്കിപ്പോൾ റെഡി ആയി കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്കൊരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. ഓപ്പൺ എ ബാങ്ക് അക്കൗണ്ട്, അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് നമുക്ക് മെയിനായിട്ട് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ യൂട്ടിലിറ്റി ബിൽ, അതായത് പ്രൂഫ് ഓഫ് അഡ്രസ്സ് നമ്മുടെ പേരിൽ വേണം. അപ്പോൾ നമ്മൾ അക്കോമഡേഷൻ കാര്യങ്ങളൊക്കെ എടുക്കുമ്പം ഈ കാര്യം കൂടെ നിങ്ങളൊന്ന് ഓർക്കണം. ഇപ്പം നമ്മൾ ഷെയർഡ് അക്കോമഡേഷൻ ആണ് നിങ്ങൾ പ്രിഫർ ചെയ്യുന്നത്, നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഷെയർഡ് അക്കോമഡേഷനിൽ നിങ്ങൾ രണ്ടുപേരുടെയും പേര് നിങ്ങൾ ബിൽസിൽ ഇൻക്ലൂഡ് ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ബാങ്ക് അക്കൗണ്ട് കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ അത് കുറച്ച് ഇഷ്യൂസ് ട്രബിൾസ് ഒക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ മേക്ക് ഷുവർ യുവർ നെയിം ഈസ് ഓൾസോ ആഡഡ് ഇൻ ദ യൂട്ടിലിറ്റി ബിൽ, എയ്തർ വൈഫൈ ഇൻ്റർനെറ്റ് ബിൽസ് ഓർ ദ ഇലക്ട്രിസിറ്റി ബിൽ. ഓക്കെ, അപ്പോൾ ബില്ല് കാര്യങ്ങൾ, കാരണം ഈ പ്രൂഫ് ഓഫ് അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ അയർലൻഡിൽ നമ്മൾ എന്തൊരു പരിപാടിക്ക് പോയാലും നമ്മളോട് ചോദിക്കുന്ന ഒരു കാര്യമാണ് പ്രൂഫ് ഓഫ് അഡ്രസ്സ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ മേക്ക് ഷുവർ ചെയ്യുക നിങ്ങളുടെ പേരിലുണ്ടെന്ന്. അപ്പോൾ പ്രൂഫ് ഓഫ് അഡ്രസ്സ് കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു GPനെ കണ്ടുപിടിക്കുക. ഓക്കെ, GPനെ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് അയർലൻഡിൽ ഒരു ഇച്ചിരി പാടുള്ള പണിയാണ്. പക്ഷേ
നമുക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യം കൂടെയാണ് GPനെ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത്. കാരണം നമുക്ക് GP ഇല്ലാതെ നമുക്ക് ഇവിടെ ജീവിക്കാൻ പറ്റിയല്ല. കാരണം നമുക്ക് ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് എന്തെങ്കിലും കാര്യങ്ങൾക്കായിട്ട് റെഫർ ചെയ്യണമെങ്കിലൊക്കെ GP വഴി റെഫർ ചെയ്യുമ്പോഴാണ് അതിനിവിടെ ഒരു കൂടുതൽ നമുക്ക് പ്രിഫറൻസ് കിട്ടുന്നത്. അപ്പം അതുകൊണ്ട് GPനെ എത്രയും പെട്ടെന്ന് നമ്മൾ GPനെ കണ്ടുപിടിക്കുക. GPനെയൊക്കെ കണ്ടുപിടിച്ചു. നമുക്കറിയാം ഇവിടുത്തെ ഹെൽത്ത് സെക്ടർ എന്ന് പറഞ്ഞാൽ കുറച്ച് ഒരു എക്സ്പെൻസീവ് ആണ് ഇഫ് വി ആർ ഗോയിങ് വിത്ത് പ്രൈവറ്റ്. അപ്പം നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് കൂടെ നമ്മൾ എടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം GP റെഫർ ചെയ്ത് നമ്മളിപ്പോൾ ഗവൺമെൻറ്റിലേക്ക് പോയെങ്കിൽ പോലും നമുക്ക് ചില സമയത്ത് അപ്പോയിൻമെൻറ്റ്സും കാര്യങ്ങളൊക്കെ കിട്ടാൻ താമസിക്കും. അപ്പോൾ നമുക്ക് പ്രൈവറ്റിനെ ആശ്രയിക്കേണ്ടതായിട്ട് വരും. അതുമാത്രമല്ല ഇപ്പം IRP കാർഡ് റിന്യൂ ചെയ്യാനും IRP കാർഡിന് അപ്ലൈ ചെയ്യാനൊക്കെ നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി ഉണ്ടെങ്കിൽ മാത്രമേ അവർ നമുക്ക് ഇത് IRP കാർഡ് ഇഷ്യൂ ചെയ്ത് വരികയുള്ളൂ. അപ്പോൾ അത് കാര്യങ്ങളൊക്കെ ഓർക്കുക. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ നമ്മളിവിടെ അയർലൻഡിൽ വരുമ്പോൾ തന്നെ നമ്മൾ സിം എടുത്ത് ഐറിഷ് സിമ്മിലേക്കൊക്കെ എടുത്ത് ഐറിഷ് നമ്പർ കാര്യങ്ങളൊക്കെ എടുക്കുക. ഇവിടെ പലതരത്തിലുള്ള സിമ്മ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. നിങ്ങൾ പോകുന്ന സ്ഥലത്ത് ഏതാണോ കുറച്ചുകൂടെ നെറ്റ്വർക്ക് ഉള്ളത് അങ്ങനെയൊക്കെ നോക്കി എടുക്കുക. സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് നാട്ടിൽ നിന്ന് നിങ്ങൾ പർട്ടിക്കുലർ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നാട്ടിൽ നിന്ന് ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് ലൈസൻസ് ആക്കി നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ അയർലൻഡിൽ 1 വർഷത്തോളം ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് ലൈസൻസ് വെച്ച് വണ്ടി ഓടിക്കാൻ പറ്റും. അപ്പോൾ അതല്ലെങ്കിൽ നിങ്ങൾക്ക് PPS നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ ലേണേഴ്സിന് അപ്ലൈ ചെയ്യാം. ലേണേഴ്സിന് അപ്ലൈ ചെയ്യാനായിട്ട് PPS നമ്പർ വേണമെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. അപ്പം ലേണേഴ്സിന് അപ്ലൈ ചെയ്യുക. ലേണേഴ്സ് പാസ്സായാൽ നമുക്ക് വണ്ടി എടുക്കാം. അപ്പോൾ നമുക്ക് അങ്ങനെ നമ്മുടെ ഡ്രൈവിംഗ് പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്യാനും പറ്റും. ഓക്കെ. അപ്പോൾ ഇത്രയൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ അയർലൻഡിൽ വന്നാൽ ചെയ്യാനുള്ള കാര്യങ്ങൾ. അപ്പം ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെട്ടു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. ഞാൻ ഉറപ്പായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. പിന്നെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കാര്യങ്ങൾക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.